ഇത് കഴിഞ്ഞ സച്ച് വട്ടവടയിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. കളർ കുറവാണെങ്കിലും നല്ല മധുരം ഉണ്ടായിരുന്നു ഇതിന്. എപ്പോഴും ഇത് വെറുതെ കഴിക്കുകയും അല്ലെങ്കിൽ ചോക്ലേറ്റ് കൂട്ടി കഴിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇത്തവണ വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്. സത്യത്തിൽ ഇത് കേരളത്തിൽ ചെയ്യാൻ ഇനി ഞാൻ മാത്രമേ ബാക്കിയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം എല്ലാ മുക്കിലും മൂലയിലും ഫേമസ് ആയിട്ടുള്ള മസ്ക ഇല്ലേ, ബൺ മസ്ക. അപ്പം നമ്മൾ സ്ട്രോബെറി കൂട്ടി ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് എൻ്റെ വെറൈറ്റി? ഞാനൊരു കില്ലാടി തന്നെ അല്ലേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സ്ട്രോബെറി എടുത്ത് കഴുകി നമ്മൾ ജാമൊക്കെ ഉണ്ടാക്കണമല്ലോ അതൊന്ന് വരട്ടിയെടുത്തു. പിന്നെ ബട്ടർ മിൽക്ക് മെയ്ഡൊക്കെ കൂടി മിക്സ് ചെയ്തു. ഞാൻ ആദ്യം ആ ബട്ടറിൻ്റെ കറക്റ്റ് ഭാഗം എടുത്തിരുന്നത്. അത് 4 പേർക്ക് കഴിക്കാൻ കറക്റ്റ് അളവായിരുന്നു. പക്ഷെ പിന്നെ എന്തിനാണെന്നറിയില്ല, ഞാൻ ആ ബാക്കിയിരുന്ന ബട്ടറും കൂടെ അതിനകത്തോട്ടിട്ടു. പിന്നെ ഈ സ്ട്രോബെറി ബൺ മസ്ക് ഉണ്ടാക്കണവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആ സ്ട്രോബെറി വരട്ടിയെടുക്കുമ്പോഴേ കുറച്ച് തിക്കായിട്ട് തന്നെ എടുത്തു. ഞാൻ ചെയ്തു വന്നപ്പോൾ അതിൽ കുറച്ച് സിറപ്പുണ്ടായിരുന്നു. കെട്ടക്കെട്ട ഒരു ടേസ്റ്റിനെന്ന് വെച്ചാൽ ഞാൻ അതെല്ലാം കൂടി കമത്തിയോണ്ട് ക്രീം ഇച്ചിരി ലൂസായിപ്പോയി. ബട്ടർ റൂം ടെമ്പറേച്ചറിൽ വെക്കാത്തത് കൊണ്ടല്ല, ഈ സിറപ്പ് ആഡ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ലൂസായിപ്പോയത്. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതിങ്ങനെ വെറുതെ കഴിച്ചാൽ പോരാ, ചായയിൽ മുക്കി തന്നെ കഴിക്കണം. പക്ഷെ ഞാനാണെങ്കിലോ ചായ ഇഷ്ടമല്ലാത്ത ഒരാളും. പക്ഷെ എന്താ ചെയ്യുക, അതിനിപ്പോൾ ചായ വേണം. അപ്പം ഞാൻ ചായ തിളപ്പിച്ചു. ഇതിൽ കട്ടൻ ചായയും പാലും കൂടി ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒരു കളർ മാറില്ല. ആദ്യം ഇത് അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ചായക്ക് ടേസ്റ്റ് ഇല്ല എന്നല്ല, ചായക്ക് ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ചായനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. പിന്നെ ദാ ബണ്ണൊക്കെ കയറി ക്രീം ആഡ് ചെയ്തു. പാവ ഉറങ്ങി കിടക്കുന്ന കുഞ്ഞിനെ വിളിച്ച് എണീപ്പിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് എടുത്തു തരാൻ പറഞ്ഞത്. പിന്നെ ഉറക്കത്തിൽ ഇതിൻ്റെ ഒന്ന് കൊച്ചു വീഡിയോ എടുത്താൽ അതിൽ മുഴുവനായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ. പിന്നെ ഇതുണ്ടാക്കിയിട്ട് ആദ്യം ഞാൻ കഴിച്ചു, കുഞ്ഞിന് കൊടുത്തില്ല. അതിൻ്റെ പേരിൽ ഒരു അടി വേറെ ഉണ്ടായിരുന്നു. എല്ലാം സ്വാഭാവികം. പിന്നെ ഇത് കഴിച്ചിട്ട് കുഴപ്പമില്ല എന്നാണ് കഴിച്ചവർ അഭിപ്രായം പറഞ്ഞത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം എനിക്കധികം മധുരം ഇഷ്ടമല്ല. പണ്ടായിരുന്നെങ്കിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടേനെ, മധുരം ഇഷ്ടമുള്ളതുകൊണ്ട്. ഇപ്പം എനിക്കൊരു ഓക്കെ അത്രേ ഉള്ളൂ മധുരമൊക്കെ. പക്ഷെ എന്തായാലും ഇത് വെറുതെ കഴിക്കണേലും ടേസ്റ്റ് ചായയിൽ മുക്കി കഴിക്കണം തന്നെയാണ്. ഇതിങ്ങനെ കഴിക്കുമ്പോൾ പെട്ടെന്ന് എക്സ്പ്രഷനൊന്നും എന്നെ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഞാനിതിങ്ങനെ കഴിച്ചാൽ എനിക്കിത് ഇങ്ങനെ ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊരു തവണയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ഞാൻ തിന്നണത് മാത്രം കാണാം. നോർമൽ ബൺ മസ്കേന്ന് എന്താ ഇപ്പം ഇത്ര സ്ട്രോബെറി മസ്കയ്ക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ സ്ട്രോബെറിയുടെ ചെറിയ കഷ്ണം കടിക്കാൻ കിട്ടും. സ്ട്രോബെറിയുടെ ഫ്ലേവർ ഉണ്ട്, സ്ട്രോബെറിയുടെ നേരിയൊരു പുളിയുമുണ്ട്. ഇതിങ്ങനെ മുക്കി കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചായ ഉണ്ടാക്കിയത്, അല്ലാതെ കുടിക്കാനല്ല. ബാക്കി വന്ന ചായ ഞാൻ കാട്ടിക്കളഞ്ഞു. മതി അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.